ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 സോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിങ്ങാണ്ട് CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് പറയുന്ന ഭാഗത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ PDF നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അടുത്ത വർഷത്തെ നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചിനുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൺലൈനായും ഓഫ്ലൈനായും അഡ്മിഷൻസ് അവൈലബിൾ ആണ്. 5000 റുപ്പീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാ ഈ കൊടുത്ത നമ്പറിൽ ഫർദർ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ ദാ 1 by 1 ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻ്റ് ആണ് ഗ്യാമറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ. ഓരോ റീപ്രൊഡക്റ്റീവ് ഇവൻസുകളെയും കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ നിങ്ങൾ ഓർഡറിൽ തന്നെ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കാം. അപ്പോൾ ഒന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവൻ്റ് ആയിട്ടുള്ള ഗ്യാമറ്റോജെനിസിസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം അറിയേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് എ പെയർ ഓഫ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം. ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സ്പേമിനെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ സീരീസ് ഓഫ് ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസറി ഡക്റ്റുകൾ എന്നാണ് വിളിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഗ്ലാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസറി ഗ്ലാൻഡുകൾ എന്നാണ് വിളിക്കുക. ദെൻ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ജനൈറ്റേലിയ എന്നാണ് വിളിക്കുക. ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. അതിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ടെസ്റ്റിസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതാണ് മക്കളെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗം. എ പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് നമുക്കുള്ളത്. ഈ ടെസ്റ്റിസിനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് ടെസ്റ്റിസിനെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റിസ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ആൻഡ്രോജൻ എക്സാമ്പിളാണ് ആര്? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ടെസ്റ്റിസ് ഉണ്ടത് നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിൻ്റെ ഉള്ളിലല്ല, അബ്ഡോമിനൽ ക്യാവിറ്റിൻ്റെ പുറത്ത് ഒരു സാക്കിലാണ് ടെസ്റ്റിസ് ഉള്ളത്. ഈ സാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ടെസ്റ്റിസിന് എടുത്തുകൊണ്ട് അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ടെസ്റ്റിസിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളെ കാണാൻ വേണ്ടി പറ്റും. 250ഓളം കമ്പാർട്ട്മെൻറ്റുകളെ കാണാൻ വേണ്ടി പറ്റും. ആ കമ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് പറയുക മക്കളെ? ടെസ്റ്റിക്കുലാർ ലൊബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസിൻ്റെ ഉള്ളിലും 1 മുതൽ 3 വരെയുള്ള ഹൈലി കോയിൽഡ് ട്യൂബുകൾ ഉണ്ടാകും. ആ ഹൈലി കോയിൽഡ് ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെമിനിഫറസ് ട്യൂബ്യൂളുകൾ എന്നാണ് വിളിക്കുക. ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ക്രോസ് സെക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെല്ലുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നാണ് സ്പെർമാറ്റോഗോണിയ എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ ടൈപ്പ് സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? സെർട്ടോളി സെല്ലുകൾ എന്നാണ് വിളിക്കുക. ഈ സ്പെർമാറ്റോഗോണികളിൽ നിന്നാണ് ആരുണ്ടാവുക എന്നറിയോ? സ്പേമിന് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഈ സ്പെർമാറ്റോഗോണിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഈ സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പെർമാറ്റോഗോണികൾക്ക് ന്യൂട്രീഷൻ കൊടുക്കുക, അതേപോലെ തന്നെ സ്പേമിനും ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ സെർട്ടോളി സെല്ലിൻ്റെ ജോലി. ഓക്കെ, അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് കാണുന്ന ഈ കാലി സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് വിളിക്കുക. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിങ്ങൾക്ക് കുറേ സെല്ലുകളെ കാണാൻ വേണ്ടി പറ്റും. ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെല്ലുകൾ, അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ലിഡിക് സെല്ലുകൾ. ഈ ലിഡിക് സെല്ലാണ് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജനെ ഉണ്ടാക്കുന്നത്. ഒരു ആൻഡ്രോജൻ എക്സാമ്പിളാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അടുത്ത ഭാഗമായിട്ടുള്ള ആക്സസറി ഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ആക്സസറി ഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെസ്റ്റിസിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സ്പേമിനെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ സീരീസ് ഓഫ് ട്യൂബുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആക്സസറി ഡക്റ്റുകൾ എന്നാണ് വിളിക്കുക. ആക്സസറി ഡക്റ്റുകളിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്ന ചെറിയ ട്യൂബുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് വാസ ഇഫ്രൻഷ്യ ഉണ്ട്,
എപ്പിഡിഡൈമിസ് ഉണ്ട്, വാസ് ഡിഫറൻസ് ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് ഏതിൽ അടങ്ങിയിട്ടുള്ളത്? ആക്സസറി ഡക്റ്റിൽ അടങ്ങിയിട്ടുള്ളത്. നിങ്ങളോട് എക്സാമിന് ഒരു ചോദ്യം ചോദിക്കും, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന സ്പേമിനെ യുറീത്രയിലേക്ക് റിലീസ് ചെയ്യുന്ന സീരീസ് ഓഫ് ട്യൂബുകളെ പേര് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ആ ട്യൂബുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് സ്പേമിനെ കണ്ടക്ട് ചെയ്യുന്ന സീരീസ് ഓഫ് ട്യൂബ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലാണ് സ്പേമിനെ ഉണ്ടാക്കുക. ഈ സ്പേം നേരെ റെറ്റി ടെസ്റ്റിസ് വഴി, വാസ ഇഫ്രൻസ് വഴി, എപ്പിഡിഡൈമിസ് വഴി, വാസ് ഡിഫറൻസ് വഴി, ഇജാക്കുലേറ്ററി ഡക്റ്റ് വഴി, യുറീത്ര വഴി യുറീത്രൽ മീറ്റസിലേക്ക് റിലീസ് ചെയ്യും. ഇതാണ് കണ്ടക്ഷൻ ഓഫ് സ്പേമിൻ്റെ ഒരു പാത്ത്. ഇത് പഠിച്ചു വെക്കണം, എക്സാമിൽ ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ആക്സസറി ഗ്ലാൻഡുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആക്സസറി ഗ്ലാൻഡുകളിൽ ആരൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കിക്കോ. ആക്സസറി ഗ്ലാൻഡിൽ 3 ആൾക്കാരാണുള്ളത്. ഒന്നാണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയും. രണ്ടാമത്തെ ആളാണ് ഈ ഡോണറ്റ് ആകൃതിയിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയും. മൂന്നാമത്തെ ആളാണ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് എന്ന് പറയും. ഈ 3 ഗ്ലാൻഡിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സസറി ഗ്ലാൻഡുകൾ എന്നാണ് വിളിക്കുക. ഈ 3 ഗ്ലാൻഡും കൂടെ ഉണ്ടാക്കുന്ന സെക്രീഷനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? സെമിനൽ പ്ലാസ്മ എന്നാണ് വിളിക്കുക. ഈ സെമിനൽ പ്ലാസ്മയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സെർട്ടൻ എൻസൈമാണ്. ഈ സെമിനൽ പ്ലാസ്മയിലേക്ക് സ്പേമും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെയാണ് മക്കളെ നമ്മൾ എന്ത് പേര് വിളിക്കുക? സെമൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് എക്സ്റ്റേണൽ ജനൈറ്റേലിയ ആണ്. ഇതാണ് മെയിലിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റേലിയ. സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് എക്സ്റ്റേണൽ ജനൈറ്റേലിയ, അല്ലെങ്കിൽ പെനിസ് എന്ന് പറയും. ഈ പെനിസ് ഉണ്ടാക്കിയുള്ളത് സ്പോഞ്ചി ടിഷ്യൂസ് കൊണ്ടാണ് കേട്ടോ. സ്പോഞ്ചി ടിഷ്യൂസ് കൊണ്ടാണ് ഈ പെനിസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പെനിസിൻ്റെ അറ്റത്ത് കാണുന്ന എൻലാർജ്ഡ് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ് എന്നാണ് വിളിക്കുക. ഈ ഗ്ലാൻസ് പെനിസിന് ചുറ്റും കാണുന്ന ഈ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ എന്നാണ് വിളിക്കുക. ഇത്രയുമാണ് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കിക്കോ. എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ആക്സസറി, ഇതാണ് ഓവറീസ്. എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ആക്സസറി ഡക്റ്റ് എന്നാണ് വിളിക്കുക. എക്സ്റ്റേണൽ ജനൈറ്റേലിയ ഉണ്ട്. മാമറി ഗ്ലാൻഡുകൾ ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ജനൈറ്റേലിയ ഇവിടെ കാണൂല, മാമറി ഗ്ലാൻഡ് മീൻസ് ഈ ഡയഗ്രത്തിലില്ല. ഇത്രയുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. അതിൽ ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓവറീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ ഓവറീസിനെ നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കാനുള്ള കാരണം? ഈ ഓവറീസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നറിയാം? ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെക്സ് ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രോജനെയും പ്രൊജസ്റ്റിറോണിനെയും ഓവറി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഓവറിൻ്റെ ഉള്ളിൽ ആരാണ് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓവറിയുടെ ക്രോസ് സെക്ഷൻ്റെ ഒരു ഫിഗർ. ഇതിൽ നിങ്ങൾ കാണുന്ന ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രോവിംഗ് ഒവേറിയൻ ഫോളിക്കുലാർ സെല്ലുകൾ എന്നാണ് വിളിക്കുക. ഈ ഗ്രോവിംഗ് ഒവേറിയൻ ഫോളിക്കുലാർ സെല്ലുകളാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുക? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഓവറിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയോ? പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ആക്സസറി ഡക്റ്റിൻ്റെ ഭാഗങ്ങളാണ്. ആക്സസറി ഡക്റ്റിൽ മെയിൻ ആയിട്ടുള്ളത് ഒരു പെയർ ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, ദെൻ യൂട്രസ് ഉണ്ട്, വജൈന ഉണ്ട്. ഓക്കെ അല്ലേ? അതിൽ ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവി ഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഒരു ഓവി ഡക്റ്റിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് നോക്കിക്കോ. ഈ ഫണൽ ഷേപ്പിലുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫെൻഡിബുലം എന്നാണ് വിളിക്കുക. ഈ ഇൻഫെൻഡിബുലത്തിൽ കാണുന്ന ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്നാണ് വിളിക്കുക. എന്താണ് ഈ ഫിംബ്രിയയുടെ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറി റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിംബ്രിയയുടെ ഫങ്ഷൻ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫെൻഡിബുലം കഴിഞ്ഞിട്ട് കാണുന്ന ഫെലോപ്പിയൻ ട്യൂബിലെ ഈ വൈഡർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപ്യുള എന്നാണ് വിളിക്കുക. ഓക്കെ, ആംപ്യുള കഴിഞ്ഞിട്ട് നാരോ പാർട്ട് ദാറ്റ് ജോയിൻ ടു ദ യൂട്രസ്, നാരോ പാർട്ട് ദാറ്റ് ജോയിൻ ടു ദ യൂട്രസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസ്തുമസ് എന്നാണ് വിളിക്കുക. ഇത്രയുമാണ് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് യൂട്രസിനെ കുറിച്ചിട്ടാണ്. യൂട്രസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടഡ് പിയർ ഫ്രൂട്ടിൻ്റെ ഷേപ്പാണ് യൂട്രസിന് ഉണ്ടാവുക. യൂട്രസിന് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഈ മുകളിൽ പൊന്തി കിടക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ് എന്നാണ് വിളിക്കുക. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോഡി എന്ന് വിളിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണുന്ന ഈ യൂട്രസിൻ്റെ ലോവർ ഓപ്പണിങ്ങിനെ, ടെർമിനൽ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെർവിക്സ് എന്നാണ് വിളിക്കുക. ഈ സെർവിക്സ് നേരെ ഒരു കനാല് വഴി, സെർവിക്കൽ കനാല് വഴി നേരെ വെജൈനയിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ സെർവിക്കൽ കനാലിനെയും വെജൈനയെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മക്കളെ ബർത്ത് കനാൽ എന്നാണ് പേര് വിളിക്കുക. ഓക്കെ, ഇനി യൂട്രസ് ഉണ്ടാക്കിയിട്ടുള്ളത് 3 ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ്. ഓക്കെ,
പുറത്തുള്ള ലെയറിനെ നമ്മൾ പെരിമെട്രിയം എന്നാണ് വിളിക്കുക. മിഡിൽ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം എന്നാണ് മിഡിൽ ലെയറിനെ വിളിക്കുക. ഈ മിഡിൽ ലെയർ ഉണ്ടാക്കിയുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയാം? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. ഈ സ്മൂത്ത് മസിൽസ് വിഗ്രസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യും ഡെലിവറിൻ്റെ സമയത്ത്. ഓക്കെ, ഇന്നർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം എന്നാണ് വിളിക്കുക. ഈ എൻഡോമെട്രിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ. ഗ്ലാൻഡുലാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഒരുപാട് ബ്ലഡ് വെസൽസും അതിലടങ്ങിയിട്ടുണ്ട്. ഈ എൻഡോമെട്രിയം അണ്ടർഗോ സീരീസ് ഓഫ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയത്തിൽ ഒരുപാട് തരത്തിലുള്ള സൈക്ലിക് ചേഞ്ചസിന് വിധേയമാകുന്ന ലെയറാണ് ഇത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ. ഇനി ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയൻ്റെ ഭാഗങ്ങളാണ് മോൺസ് പ്യൂബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൺ ആൻഡ് ക്ലിറ്റോറിസ്. ഓക്കെ, ഈ ഹൈമണെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് മെയ്ഡൻ ഹെഡ് എന്ന് പറയും. ഈ ഹൈമൺ ഉണ്ടല്ലോ യൂഷ്വലി ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്നതോടുകൂടെ ബ്രേക്ക് ആയി പോകും. പക്ഷേ ചില സ്ത്രീകളിൽ ഹൈമൺ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി കഴിഞ്ഞാലും അവിടെ തന്നെ നിലനിൽക്കും. ഇനി സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതെ തന്നെ ഒരു ഫീമെയിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഹൈമൺ പൊട്ടിപ്പോകും. അപ്പോൾ ഹൈമണിൻ്റെ പ്രസൻസോ ആബ്സെൻസോ നോക്കിയിട്ട് ഒരു പെൺകുട്ടി സെക്ഷലി വെർജിൻ ആണോ അല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ദെൻ ക്ലിറ്റോറിസ്. ഇത്രയുമാണ് നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റേലിയൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് മാമറി ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ മാമറി ഗ്ലാൻഡിൻ്റെ ഉള്ളിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയത് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കൊണ്ടും ഫാറ്റ് കൊണ്ടുമാണ് ഈ മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് 15 മുതൽ 20 ലോബുകളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടിരിക്കും. ആ ലോബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ലോബുകൾ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, ഈ മാമറി ലോബുകൾ തുടങ്ങുന്നത് ഏകദേശം ചെറിയ ചെറിയ പാക്കറ്റ് അറകൾ പോലത്തെ സ്ട്രക്ചറിലാണ്. ആ അറകൾ പോലത്തെ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ എന്നാണ് വിളിക്കുക. ഈ ആൽവിയോളൈൻ്റെ ഉള്ളിലാണ് എന്തിനുണ്ടാക്കുക? മിൽക്ക് ഉണ്ടാക്കുക. ഈ ആൽവിയോളൈൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മിൽക്കിനെ ഈ നിപ്പിൾസിലേക്ക് ഒരു സീരീസ് ഓഫ് ഡക്റ്റിൻ്റെ സഹായത്തോടെയാണ് റിലീസ് ചെയ്യുക. ആ ഡക്റ്റുകളുടെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ നോക്കിക്കോ, ആൽവിയോളൈൻ്റെ ഉള്ളിലാണ് മിൽക്ക് ഉണ്ടാവുക. അപ്പോൾ മിൽക്കിൻ്റെ പാത്ത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആൽവിയോളൈൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന മിൽക്ക് മാമറി ട്യൂബ്യൂളുകൾ വഴി, മാമറി ഡക്റ്റ് വഴി, മാമറി ആംപ്യൂള വഴി, ലെക്ടിഫറസ് ഡക്റ്റ് വഴി നേരെ എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യുന്നറിയോ? നിപ്പിൾസിലേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഇതാണ് മിൽക്കിൻ്റെ പാത്ത്. മക്കൾ ഈ മിൽക്കിൻ്റെ പാത്ത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്യാമറ്റോജെനിസിസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്യാമറ്റോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ് ആണ്. 2 ടൈപ്പിലുള്ള ഗ്യാമറ്റോജെനിസിസ് ഉണ്ട്. ഒന്നാമത്തേത് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കും. രണ്ടാമത്തേത് നമ്മൾ ഊജെനിസിസ് എന്നാണ് വിളിക്കുക. എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പേം ആണ്. ഊജെനിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എഗ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കടക്കുന്നത് സ്പെർമാറ്റോജെനിസിസിലേക്കാണ് മക്കളെ. ഓക്കെ, സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ നമ്മുടെ ഈ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്യൂബേർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ പ്യൂബേർട്ടിയിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്പെർമാറ്റോഗോണികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് പ്യൂബേർട്ടിയിൽ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ കാണുന്ന സ്പെർമാറ്റോഗോണിയ. നമ്മൾ പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ ഈ സ്പെർമാറ്റോഗോണികൾക്ക് മൈറ്റോസിസ് ഡിഫറൻസിയേഷൻ സംഭവിക്കും. എന്നിട്ട് ഒരുപാട് സ്പെർമാറ്റോഗോണികൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? അതിനുശേഷം ഈ സ്പെർമാറ്റോഗോണികൾ ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്തിട്ട് ഒന്ന് സൈസ് കൂടും. ഈ സൈസ് കൂടിയ ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ എന്നാണ് ഇവരെ നമ്മൾ വിളിക്കുക. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അതിൻ്റെ ക്രോമസോം നമ്പർ പഠിച്ചു വെക്കണം, 46 ആണ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായ ഉടനെ തന്നെ ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് വിധേയമാകും. അങ്ങനെ അതിൽ എന്തുണ്ടാകും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവും. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായ ഉടനെ തന്നെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിലേക്ക് വിധേയമായിക്കാണ്ട് സ്പെർമാറ്റിഡുകൾ ഉണ്ടാവും. ഈ സ്പെർമാറ്റിഡുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് സ്പേം ഉണ്ടാകും, അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ക്രോമസോം നമ്പറുകളാണ്. നോക്കിയൊക്കെ, സ്പെർമാറ്റോഗോണിയുടെ ക്രോമസോം നമ്പർ 46 ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ നമ്പർ എത്രയാണ്? 46 തന്നെയാണ്. ഓക്കെ, മിയോസിസ് 1 സംഭവിക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ 23 ആണ്. പഠിച്ചു വെക്കണം. സ്പെർമാറ്റിഡിന് മിയോസിസ് 2 ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 2 സംഭവിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്പെർമാറ്റിഡിൻ്റെയും ക്രോമസോം നമ്പർ എത്രയാണ്? 23 ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമാണ് ഉണ്ടാവുക. ഇതാണ് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, ഇതിൽ നിന്നും 4 സ്പേമുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതാണ് ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, ഇതിൽ നിന്നും 2 സ്പേമുകളാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം, ഈ സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് അറിയോ? സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുക. സ്പെർമാറ്റിഡ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പേം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി എന്താണ് സ്പെർമിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേം ഉണ്ടായതിനു ശേഷം ന്യൂട്രീഷൻസ് ഒക്കെ സ്പേം വലിച്ചെടുത്തതിന് ശേഷം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്നും സ്പേമിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ, അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്പെർമിയേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് റോൾ ഓഫ് ഹോർമോൺ ഇൻ സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസിൽ ഹോർമോണുകളുടെ റോൾ എന്താണെന്നുള്ളത്, അതായത് നമ്മുടെ ഹൈപ്പോ തലാമസ് ഉണ്ടല്ലോ, ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് GnRH എന്ന് പറയും, ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഇത് നേരെ നമ്മുടെ പിറ്റ്യൂട്ടറി ലോബിലെ ആൻറ്റീരിയർ ലോബിനെ പോയിട്ട് ആക്ടിവേറ്റ് ആക്കും. അങ്ങനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആൻറ്റീരിയർ ലോബ് ഗൊണാഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യും. ആരൊക്കെയാണ് ഈ ഗൊണാഡോട്രോപ്പിൻസ്? FSHും LHനെയും റിലീസ് ചെയ്യും. ഈ FSH എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ സെർട്ടോളി സെല്ലിന്റെ മുകളിൽ പോയിട്ട് FSH ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഈ സെർട്ടോളി സെൽ എന്ത് ചെയ്യുന്ന അറിയോ? സ്റ്റിമുലേറ്റ് സ്പെർമിയോജെനിസിസ്. എന്താണ് സ്പെർമിയോജെനിസിസ്? ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെർമാറ്റിഡിനെ സ്പേം ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി ഈ LH എന്ത് ചെയ്യുന്ന അറിയോ? ലിഡിക് സെല്ലിന്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ലിഡിക് സെൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൻഡ്രോജൻ ഉണ്ടായാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോർമോൺ ഇൻ സ്പെർമാറ്റോജെനിസിസ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തത് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് സ്പേം ആണ്. ഇതാണ് നമ്മുടെ സ്പേമിൻ്റെ സ്ട്രക്ചർ. സ്പേമിന് മെയിനായിട്ട് 4 ഭാഗങ്ങളാണുള്ളത്. ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിൽ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഹെഡ്, ഇതാണ് നെക്ക്, ഇതാണ് മിഡിൽ പീസ്, ഇതാണ് ടെയിൽ. ഈ ഹെഡിലുണ്ടല്ലോ മെയിനായിട്ട് ആരാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ന്യൂക്ലിയസിൽ 23 ക്രോമസോം ഉണ്ട്. ദെൻ ഈ ന്യൂക്ലിയസിന് മുകളിലായിട്ട് അക്രോസോം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ അക്രോസോമിലുണ്ടല്ലോ ഒരു ലൈറ്റിക് എൻസൈം ഉണ്ട്. എന്താണ് ലൈറ്റിക് എൻസൈമിൻ്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബ്രേക്ക് ദ സോണ പെല്ലൂസിഡ ലെയർ ഓഫ് എഗ് ആണ്. ഓക്കെ, അത് അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കണം അക്രോസോമിൻ്റെ. ദെൻ ഇതിൻ്റെ മിഡിൽ പീസിൽ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ആളുണ്ട്. അവരാണ് സ്പേം മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുക. ഈ ടെയിൽ ഉപയോഗിച്ചിട്ടാണ് സ്പേം എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്പേമിൻ്റെ സ്ട്രക്ചറിൽ പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഊജെനിസിസ് ആണ്. എന്താണ് ഊജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം. എഗ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഊജെനിസിസ് എന്ന് വിളിക്കുക. ഈ ഊജെനിസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓവറിൻ്റെ ഉള്ളിലാണ് ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. ഓക്കെ, ഈ ഊജെനിസിസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ, എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഫീറ്റൽ ലൈഫിൽ തന്നെ ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഓക്കെ ബർത്ത് ആകുന്നതോടുകൂടെ ആ പ്രോസസ്സ് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ആ പെൺകുട്ടി പ്യൂബേർട്ടി എത്തുമ്പോൾ വീണ്ടും ഇതെന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 50-52 വയസ്സാകുമ്പോഴത്തേക്ക് എഗ് ഉണ്ടാകുന്ന പ്രോസസ്സ് ആ ഫീമെയിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി നോക്കണേ, ഈ നമ്മുടെ ഈ ഫീറ്റസ് ഫീമെയിൽ ആണെങ്കിൽ അവരുടെ ഓവറിയിൽ ആദ്യം ഉണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? ഊഗോണിയ എന്നാണ് വിളിക്കുക. ആ ഫീറ്റസ് ഇങ്ങനെ വളരുന്നതിനനുസരിച്ചിട്ട് ഓവറിൻ്റെ ഉള്ളിൽ ഒരുപാട് ഊഗോണികൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? ജനിക്കുന്നതിന് മുന്നേ ഈ ഊഗോണികളൊക്കെ മിയോസിസ് 1ലേക്ക് കടക്കും. ഈ ഊഗോണികളൊക്കെ മിയോസിസ് 1ലേക്ക് കടക്കും. മിയോസിസ് 1ലേക്ക് കടന്ന് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രോഫേസ് 1ൽ എത്തുമ്പോൾ മിയോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും. ഓക്കെ, മിയോസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ മിയോട്ടിക് അറസ്റ്റ് സംഭവിച്ച ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? പ്രൈമറി ഊസൈറ്റുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ പ്രൈമറി ഊസൈറ്റുകളായിട്ടാണ് ഒരു പെൺകുട്ടി ജനിക്കുക. ഈ പ്രൈമറി ഊസൈറ്റുകൾ ആ പെൺകുട്ടി പ്യൂബേർട്ടി എത്തുന്നതോടുകൂടെ ഈ പ്രൈമറി ഊസൈറ്റുകൾക്ക് മിയോസിസ് സംഭവിക്കും. മിയോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സെല്ലുണ്ടാകും, ഒരു ചെറിയ സെല്ലുണ്ടാകും. ഈ ചെറിയ സെല്ലിനെ നമ്മൾ ഫസ്റ്റ് പോളാർ ബോഡി എന്നും ഈ വലിയ സെല്ലിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? സെക്കൻഡറി ഊസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ സെക്കൻഡറി ഊസൈറ്റിലേക്ക് സ്പേം എത്തിക്കഴിഞ്ഞാൽ ഇതിന് മിയോസിസ് 2 സംഭവിക്കും. മിയോസിസ് 2 സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയ സെല്ലുണ്ടാകും, ഒരു വലിയ സെല്ലുണ്ടാകും. ഈ ചെറിയ സെല്ലിനെ നമ്മൾ സെക്കൻഡ് പോളാർ ബോഡി എന്നും വലിയ സെല്ലിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഓവം എന്നും വിളിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഊജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് പോളാർ ബോഡീസ് ഇൻ ഊജെനിസിസ് എന്ന് ചോദിക്കും.
oogenesis പോളാർ ബോഡി ഉണ്ടാകുന്നത് കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 സിഗ്നിഫിക്കൻസ് ആണുള്ളത്. ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ക്രോമസോം നമ്പർ ഇൻ ടു ഹാഫ് ആണ്. അതായത് നോക്കിക്കേ, ഇതാണ് പ്രൈമറി ഊസൈറ്റ്. ഇതിന്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 46 ആണ്. ഈ പ്രൈമറി ഊസൈറ്റിനാണ് എന്ത് സംഭവിക്കുക? മിയോസിസ് 1 സംഭവിക്കുക. മിയോസിസ് 1 സംഭവിക്കുമ്പോൾ ഒരു ചെറിയ സെല്ലുണ്ടായി, വലിയ സെല്ലുണ്ടായി, 23 ക്രോമസോം ഇതിലേക്കും 23 ക്രോമസോം ഏതിലേക്കും പോകും? സെക്കൻഡറി ഊസൈറ്റിലേക്കും പോകും. അപ്പോൾ ക്രോമസോം നമ്പറിനെ പകുതിയാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഏത്? ഈ പോളാർ ബോഡീസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിഗ്നിഫിക്കൻറ്റ് അൺഈക്വൽ ഡിവിഷൻ നടക്കുന്നത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ സൈറ്റോപ്ലാസം ഈസ് റീറ്റെയിൻഡ് ബൈ സെക്കൻഡറി ഊസൈറ്റ്. സെക്കൻഡറി ഊസൈറ്റ് ആണ് കൂടുതൽ സൈറ്റോപ്ലാസം റീറ്റെയിൻ ചെയ്യുക. ഓക്കെ, കാരണം ഈ സെക്കൻഡറി ഊസൈറ്റിൽ നിന്നാണ് അവസാനം ആരുണ്ടാവുക? എഗ് അല്ലെങ്കിൽ ഓവം എന്ന് പറയുന്ന ആൾ ഉണ്ടാവുക. ഇവർക്കാണ് കൂടുതൽ സൈറ്റോപ്ലാസം കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ കൂടുതൽ ഇങ്ങനെ അൺഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതോടുകൂടെ കൂടുതൽ സൈറ്റോപ്ലാസം ആർക്ക് കിട്ടും? സെക്കൻഡറി ഊസൈറ്റിന് കിട്ടും. ഇതാണ് ഈ പോളാർ ബോഡീസ് ഉണ്ടാകുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഈ 2 പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചുകൊണ്ട് എക്സാമിന് ചോദിക്കുന്നതാണ് ഈ 2 പോയിന്റുകളും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എഗ്ഗിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എഗ്ഗിന് അല്ലെങ്കിൽ ഓവത്തിന് 4 ലെയറുകളാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് 4 ലെയർ? നിങ്ങൾക്ക് അവിടെ കാണാം. പ്ലാസ്മോ മെംബ്രീൻ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതിന് മുകളിലായിട്ട് വിറ്റ്ലൈൻ മെംബ്രീൻ എന്ന് പറയുന്ന ഒരു മെംബ്രീൻ ഉണ്ട്. ദെൻ സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ദെൻ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഇത്രയും ലെയറുകളാണ് നമ്മുടെ എഗ്ഗിലുള്ളത്. എഗ്ഗ് എന്ന് പറയുന്ന ആൾ നോൺ മോട്ടൈലാണ്. 23 ക്രോമസോമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം സ്പെർമാറ്റോജെനിസിസും ഊജെനിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണത്. ഒന്ന്, അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് മക്കളെ ഡിഫറൻസ്. എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം ആണ്. ഊജെനിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എഗ് ആണ്. ഈ സ്പെർമാറ്റോജെനിസിസ് നടക്കുക ഏതിൻ്റെ ഉള്ളിലാണ്? ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ്. ഊജെനിസിസ് നടക്കുക ഏതിൻ്റെ ഉള്ളിലാണ്? ഓവറിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, 2 ഡിഫറൻസ് ആയി. ഇനി അടുത്ത ഡിഫറൻസ് ആണ്, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പേമിനെയാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഊജെനിസിസിൻ്റെ കേസിൽ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്നും എത്ര എഗ്ഗാണ് ഉണ്ടാവുക? ഒറ്റ എഗ്ഗ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത വ്യത്യാസം, സ്പെർമാറ്റോജെനിസിസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഒന്നുമില്ല. ഊജെനിസിസിൽ പോളാർ ബോഡി ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ദെൻ സ്പെർമാറ്റോജെനിസിസിൽ മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. പക്ഷേ ഊജെനിസിസിൽ നമ്മൾ പറഞ്ഞു മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത്. നിർബന്ധമായിട്ടും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം എന്താണ് മെനാർക്കെ എന്ന് പറയാം. ഫസ്റ്റ് മെനിസ്ട്രേഷൻ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിലുള്ള ഫസ്റ്റ് മെനിസ്ട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനാർക്കെ എന്നാണ് വിളിക്കുക. ഇനി 50 വയസ്സാകുമ്പോഴത്തേക്ക് മെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവസാനിക്കും. അതിനെ നമ്മൾ മെനപ്പോസ് എന്ന് വിളിക്കും. ഓക്കെ, ഈ മെനിസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ 28 അല്ലെങ്കിൽ 29 ദിവസമാകുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഓക്കെ, ഫീമെയിൽ ബോഡിയിൽ പ്യൂബർട്ടി എത്തിയതിന് ശേഷം ഓക്കെ പ്രഗ്നൻസിൻ്റെ സമയത്തും അതേപോലെ തന്നെ ലാക്ടേഷൻ്റെ സമയത്തും മെൻസ്ട്രൽ സൈക്കിൾ റിമെയിൻ സസ്പെൻഡഡ് ആണ്. ആ സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല. ബാക്കി എല്ലാ സമയത്തും പ്യൂബർട്ടി മുതൽ 50 വയസ്സാകുന്നത് വരെയുള്ള കാലയളവിൽ എല്ലാ മന്തിലും ഈ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകും. 2 ടൈമിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒന്ന് പ്രഗ്നൻസിൻ്റെ സമയത്തും ലാക്ടേഷൻ്റെ സമയത്തുമാണ് മെൻസ്ട്രൽ സൈക്കിൾ ആബ്സെൻ്റ് ആവുക. ഇനി ശ്രദ്ധിക്കണേ, മെൻസ്ട്രൽ സൈക്കിളിൽ 4 ഫേസുകളുണ്ട്. ഒന്നാമത്തെ ഫേസിനെ നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്നും, ഫോളിക്കുലാർ ഫേസ് ആണ് രണ്ടാമത്തത്, മൂന്നാമത്തത് ഓവുലേറ്ററി ഫേസ്, നാലാമത്തത് ലൂട്ടിയൽ ഫേസ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവുലേറ്ററി ഫേസ് ആണ്, ഷോർട്ടസ്റ്റ് ഫേസ് ആണ്. ഓക്കെ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഏറ്റവും ദൈർഘ്യം കുറവുള്ള ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. ഒറ്റ ദിവസമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ 14th ഡേ ആണ്. 14th ഡേ ആണ് ഇത് സംഭവിക്കുക. ഒറ്റ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഡേ ആണ് ഏത്? ഈ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. ഓക്കെ, ഇനി ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങളോട് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഞാൻ പറയുന്നത്. 4 ഫേസുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 14ാമത്തെ ദിവസം നടക്കുന്ന ഫേസ് ആണ് ഏത് ഫേസ് മക്കളെ? ഓവുലേറ്ററി ഫേസ് എന്നാണ് 14ാമത്തെ ദിവസത്തിൽ നടക്കുന്ന ഫേസിൻ്റെ പേര്. ഇനി നോക്കണേ, ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ഹോർമോൺ ലെവലുകൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് ഈസ്ട്രോജനും പ്രൊജസ്റ്റിറോൺ ഹോർമോണിൻ്റെ ഗ്രാഫിൻ്റെ ലെവൽ നിങ്ങൾ ഓരോ ഫേസിലും ഉള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈസ്ട്രോജൻ്റെ ഫംഗ്ഷൻ, ആരാണ്
ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക. നോക്കിക്കോട്ടോ, ഇതാണ് ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കുലാർ സെൽ. ഈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കുലാർ സെല്ലാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കുലാർ സെൽ. ഓക്കെ, എന്താണ് ഈസ്ട്രോജന്റെ ഫംഗ്ഷൻ? മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് നമുക്കറിയാം എൻഡോമെട്രിയൽ ലൈനിങ് പൊട്ടിങ്ങാണ്ട് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അങ്ങനെ ഈ പൊട്ടിപ്പോയ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ വീണ്ടും ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈസ്ട്രോജന്റെ ജോലി. അപ്പോൾ ഒന്നും കൂടെ, ആരാണ് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കുലാർ സെല്ലാണ് ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുക. എന്താണ് ഈസ്ട്രോജന്റെ പണി? ബിൽഡിംഗ് അപ്പ് ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. ഓക്കെ, ഇനി പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ആരാണെന്ന് അറിയോ? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഈ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുക ഈ ലൂട്ടിയൽ ഫേസിലാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുക. അതുവരെ നിങ്ങൾക്ക് പ്രൊജസ്റ്റിറോൺ ലെവൽ താന്ന് കിടക്കുന്നതായിട്ട് കാണാം. കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നതോടുകൂടെ പ്രൊജസ്റ്റിറോൺ ലെവൽ കൂടി വരുന്നതായിട്ടും കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കുക ആരാണ്? കോർപ്പസ് ലൂട്ടിയം. എന്താണ് പ്രൊജസ്റ്റിറോണിന്റെ പണി എന്നും കൂടെ പഠിച്ചു വെച്ചോ. മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയൽ ലൈനിങ്. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ പൊട്ടാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആരുടെ പണി? ഈ പ്രൊജസ്റ്റിറോൺ ഹോർമോണിന്റെ പണി. ഇനി നോക്കണേ, മെൻസ്ട്രൽ സൈക്കിളിന്റെ 14th ഡേ LH എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് മാക്സിമത്തിലെത്തും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LH സർജെ എന്നാണ് വിളിക്കുക. ഓക്കെ, ഡ്യൂറിംഗ് 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ റാപ്പിഡ് സെക്രീഷൻ ഓഫ് LHന്റെ സെക്രീഷൻ മാക്സിമത്തിലെത്തും. അത് ഫലമായിട്ട് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഓക്കെ അല്ലേ? ഇതാണ് നിങ്ങൾ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകൾ, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോജന്റെ ഗ്രാഫ്, പ്രൊജസ്ട്രോണിന്റെ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. LH സർജെ നോട്ട് ചെയ്ത് വെച്ചോ. 4 ഫേസുകളുടെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഷോർട്ടസ്റ്റ് ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ് എന്നുള്ളതും കൂടെ അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഇവന്റിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇൻസെമിനേഷനെ കുറിച്ചിട്ടാണ് മക്കളെ പഠിക്കാനുള്ളത്. എന്താണ് ഇൻസെമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലീസ് ഓഫ് സെമൻ ഇൻ ടു ദ ഫീമെയിൽ വെജൈന. അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തി കഴിഞ്ഞാൽ മെയിൽ സെമനെ ഫീമെയിൽ വെജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അങ്ങനെ മെയിൽ സ്പേമിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേം ഉണ്ടല്ലോ, ഇതിലൂടെ ട്രാവൽ ചെയ്ത് വെജൈന റിലീസ് ചെയ്ത സ്പേം ഇതിലൂടെ ട്രാവൽ ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലെത്തി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഈ ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. ഇത് നടക്കുന്നത് നമ്മുടെ ആംപ്യുളയിലാണ്. ആംപ്യുള, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ആംപ്യുളയിലാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആംപ്യുള ഇസ്തുമസ് ജംഗ്ഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ബ്ലാസ്റ്റുലേഷൻ ആണ്. എന്താണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. എന്താണ് മക്കളെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് ശ്രദ്ധിച്ചോട്ടോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്പേമും എഗ്ഗും ഇതാണ് നമ്മുടെ ഓവം. ഓക്കെ, ഇവിടെ സ്പേമും ഈ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നു. നമുക്കറിയാം ഒരു സൈഗോട്ട് എന്ന് പറയുന്ന ആളുണ്ടായി അല്ലേ? സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നറിയോ? യൂട്രസിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സൈഗോട്ടിന് മൈറ്റോസിസ് ഡിവിഷൻ നടക്കും. ഇവിടെ നടക്കുന്ന ഡിവിഷനാണ് ഏത് ഡിവിഷൻ? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെ ഈ സിംഗിൾ സെല്ല് സൈഗോട്ട് 2 സെല്ലുള്ള സ്ട്രക്ചറായിട്ട് മാറും. 2 ഡിവൈഡ് ചെയ്തിട്ട് 4 ആകും. 4 ഡിവൈഡ് ചെയ്തിട്ട് 8 സെല്ലുള്ള സ്ട്രക്ചർ ആകും. 8 ഡിവൈഡ് ചെയ്തിട്ട് 16 സെല്ലുള്ള സ്ട്രക്ചർ ആകും. അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, ബ്ലാസ്റ്റുലേഷൻ എന്നാണ് വിളിക്കുക. ഇനി ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന ഇൻഡിവിജ്വൽ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് ഈ സൈഗോട്ടിലുള്ള ഇൻഡിവിജ്വൽ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോമിയേഴ്സ്. അതായത് ഈ 2 സെല്ല് 4 സെല്ല് 8 സെല്ല് 16 സെല്ല് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ് വിളിക്കുക. ഇനി 8 മുതൽ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ഈ സ്റ്റേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മോറുല എന്നാണ് പേര് വിളിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെ ഈ സൈഗോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ട് ആരുണ്ടാകും? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ബ്ലാസ്റ്റോസിസ്റ്റിലുണ്ടല്ലോ 2 ടൈപ്പുള്ള സെല്ലുകളാണ് ഉണ്ടായിരിക്കുക. ഈ പുറത്തുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഔട്ടർ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് ഈ യൂട്രസിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഉള്ളിലുള്ള ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽമാസ് എന്നാണ് വിളിക്കുക. വിച്ച് ഗീവ് റൈസ് ടു എംബ്രിയോ. അവരാണ് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുക. ഓക്കെ, ഈ 2 സെല്ലുകളെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ആൾ ഈ യൂട്രസിൻ്റെ വാളിൽ അറ്റാച്ച് ചെയ്യും. ഈ യൂട്രസിൻ്റെ വാളിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇംപ്ലാന്റേഷൻ. അറ്റാച്ച്മെൻറ്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്
on the inner wall of uterus is called implantation. Okay, implantation leads to pregnancy. Okay, implantation ആണ് ആ പെൺകുട്ടിയെ എന്തിലേക്ക് നയിക്കുക? പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് പ്ലാസെൻഡ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പുറത്തുള്ള സെല്ലുകൾക്ക് ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞു. എന്താ പേര് പറഞ്ഞത്? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് പേര് പറഞ്ഞത്. ഓക്കെ, ഈ യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പുറത്തേക്ക് വരും. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? കോറിയോണിക് വില്ലൈ എന്നാണ് വിളിക്കുക. ഈ കോറിയോണിക് വില്ലയും ഇവിടുത്തെ യൂട്രൈൻ ടിഷ്യൂസും ഇന്റർഡിജിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ദ മെറ്റേണൽ ബോഡി, അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പ്ലാസെൻഡ എന്ന് വിളിക്കുക. ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ബിക്കം ഇന്റർഡിജിറ്റേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ആൻഡ് ദ മെറ്റേണൽ ബോഡി ഈസ് കോൾഡ് പ്ലാസെൻഡ. പഠിച്ചു വെച്ചോ പ്ലാസെൻഡ എന്താണെന്നുള്ളത്. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് പ്ലാസെൻഡയുടെ ഫംഗ്ഷനാണ്. സപ്ലൈ ഓക്സിജൻ ന്യൂട്രിയൻസ് ഫ്രം മദേഴ്സ് ടു ഫീറ്റസ്. ഓക്കെ, മദറിൽ നിന്നും ഫീറ്റസിലേക്ക് ഓക്സിജനെയും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നത് പ്ലാസെൻഡയിലൂടെയാണ്. ഓക്കെ, റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ഫ്രം ഫീറ്റസ്. ഫീറ്റസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെയും എക്സ്ക്രീറ്ററി വേസ്റ്റിനെയും റിമൂവ് ചെയ്യുന്നത് പ്ലാസെൻഡ വഴിയാണ്. ഓക്കെ, ഈ പ്ലാസെൻഡ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം, ഈ പ്ലാസെൻഡ ഉണ്ടല്ലോ ഒരുപാട് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ നോക്കിക്കോ? HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്റ്റോജൻ, റിലാക്സിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹോർമോണുകളെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? പ്ലാസെൻഡ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് പ്ലാസെൻഡയെ നമ്മൾ എന്ത് പേര് വിളിക്കാനുള്ള കാരണം? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിളിക്കാനുള്ള കാരണം. ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം ആ ഫീമെയിലിൽ കാണുന്ന ഹോർമോണാണ് HCG, HPL ആൻഡ് റിലാക്സിൻ എന്ന് പറയും. ഈ ഹോർമോണുകൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് യൂറിനിലൂടെ ഈ ഹോർമോണുകൾ പുറത്തു പോകും. അപ്പോൾ യൂറിനിൽ ഈ ഹോർമോണുകളുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ജസ്റ്റേഷൻ ആണ്. എന്താണ് ജസ്റ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. ഓക്കെ, എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്കറിയാം 9 മാസമാണ് ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡ്. 9 മന്താണ് ഹ്യൂമൻ ജസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ മാസത്തിൽ NCERT കൊടുത്തിട്ടുണ്ട് എംബ്രിയോക്ക് വരുന്ന ചേഞ്ചസുകൾ എന്തൊക്കെയാണുള്ളത്. 1ാമത്തെ മാസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് ഹാർട്ട് ഫോം ചെയ്യുക. എൻഡ് ഓഫ് ദ 2nd മന്ത് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ്, അതായത് കൈകാലുകളും വിരലുകളും ഡെവലപ്പ് ചെയ്യും. 12 വീക്ക് ആകുമ്പോൾ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ മേജർ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റംസ് ആർ വെൽ ഡെവലപ്ഡ് ആണ്. ഡ്യൂറിങ് ദ 5th മന്ത് ഫീറ്റസ് ആദ്യമായിട്ട് മൂവ് ചെയ്യും. അതേപോലെ അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ് ആണ്. എൻഡ് ഓഫ് ദ 24 വീക്ക് ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ, ഐലിഡ് സെപ്പറേറ്റ് ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. ഈസി പോയിന്റുകളാണ്. എൻഡ് ഓഫ് ദ 9th മന്ത് ദ ഫീറ്റസ് ഈസ് റെഡി ഫോർ ദ ഡെലിവറി ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, പഠിച്ചു വെക്കണം. ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് പാർച്ചുറേഷൻ ആണ് മക്കളെ. എന്താണ് പാർച്ചുറേഷൻ എന്ന് ശ്രദ്ധിച്ചോ. 9 മാസം പ്രഗ്നൻസി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ എന്ത് സംഭവിക്കുന്ന അറിയോ? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഗറസ് കൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രഗ്നൻസി കോസസ് എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? പാർച്ചുറേഷൻ എന്ന് വിളിക്കുക. അതായത് 9 മാസം പ്രഗ്നൻസി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ, ഈ യൂട്രസിൻ്റെ ഉള്ളിൽ നമ്മുടെ കുഞ്ഞുമാവ വളരേണ്ടതെന്ന് വിചാരിച്ചോ. ഈ 9 മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ യൂട്രസ് വിഗറസ് ആയിട്ട് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ വിഗറസ് ആയിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്നും കുഞ്ഞ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്നാണ് പേര് വിളിക്കുക. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്ന പോയിന്റ്. എന്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് മക്കൾ ശ്രദ്ധിച്ചാട്ടോ. ഓക്കെ, അതായത് എന്നെ പ്രസവിക്കാൻ സമയമായി എന്നുള്ളത് മദറിനെ അറിയിക്കുന്നത് ആരാന്നറിയോ? ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ആണ് ആൻഡ് പ്ലാസെൻഡ. ഇവരെന്ത് ചെയ്യുന്നറിയോ? ദേ ഇൻഡ്യൂസ് എ മൈൽഡ് കൺട്രാക്ഷൻ ഓൺ ദ യൂട്രസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കുക. വായിച്ചു നോക്കിക്കോ. ദ സിഗ്നൽ ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഫീറ്റസ് ആൻഡ് പ്ലാസെൻഡ ഇൻഡ്യൂസ് മൈൽഡ് കൺട്രാക്ഷൻ. അതായത് പ്രസവിക്കാൻ സമയമായി എന്നുള്ളത് മദറിനെ അറിയിക്കുന്നത് ആരാണ്? ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസെൻഡയുമാണ്. ഇവർ യൂട്രസിന് മുകളിൽ കൊടുക്കുന്ന ആ മൈൽഡ് കൺട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് വിളിക്കുക. അതിൻ്റെ ഫലമായിട്ട് ഓക്കെ മദറിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും നമുക്കറിയാം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. ഈ ഓക്സിറ്റോസിൻ വന്നുകൊണ്ട് യൂട്രസിന് മുകളിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുക? ഡെലിവറി എന്ന് പറയുന്ന
പ്രോസസ്സ് നടക്കാം. ഇനി ഒറ്റ പ്രോസസ്സും കൂടെ ഉണ്ട്, ലാക്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്താണ് ലാക്ടേഷൻ എന്ന് ശ്രദ്ധിച്ചോ? പ്രൊഡക്ഷൻ ഓഫ് മിൽക്കാണ്. ഓക്കെ, ഈ ലാക്ടേഷൻ്റെ സമയത്ത് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, ആ സമയത്ത് മദറിൻ്റെ ബ്രസ്റ്റിൽ നിന്നും ഒരു യെല്ലോ നിറത്തിലുള്ള മിൽക്കാണ് പുറത്തേക്ക് വരിക. ആ യെല്ലോ നിറത്തിലുള്ള മിൽക്കിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണെന്ന് പറയുക മക്കളെ? കൊളസ്ട്രോം എന്നാണ് പേര് വിളിക്കുക. ഈ കൊളസ്ട്രത്തിലുണ്ടല്ലോ ഒരുപാട് ആൻറ്റിബോഡി ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡിയാണ് IgA ആൻറ്റിബോഡി. ഈ കൊളസ്ട്രോം കുടിക്കുന്നതോടുകൂടെ മദറിൻ്റെ ശരീരത്തിലുള്ള IgA ആൻറ്റിബോഡി കുട്ടീൻ്റെ ശരീരത്തിലേക്ക് എത്തുകയാണ്, അതായത് ആ ബേബിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആ ബേബിക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക്